प्यारे बच्चों, साइलम ऑनलाइन उर्दू क्लास में सभी को मेरा बरखुलूस आदाब। എല്ലാ മക്കളെയും സൈലം ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പുതിയ വർഷം ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഭാഷ നിങ്ങൾ 6ാം ക്ലാസ്സിൽ നിന്നും വളരെ സ്നേഹത്തോടു കൂടി നെഞ്ചിലേറ്റിയ ആ ഭാഷ വീണ്ടും നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്നും പഠിക്കുന്നു. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് എന്ന് എൻ്റെ എല്ലാ മക്കളും മനസ്സിലാക്കി കഴിഞ്ഞു. റെഡിയല്ലേ മക്കളെ? യെസ്, നിങ്ങളുടെ ആ മുതിർന്ന നിങ്ങളുടെ പൂർവികരൊക്കെ എഴുതിയ അല്ലെങ്കിൽ പഠിച്ച ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല ഇനി മുതൽ നിങ്ങൾക്കുള്ളത് എന്നുള്ള വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതേപോലെ നമ്മുടെ ഭാഷയുടെ ഉറുദുവിന്റെ പുസ്തകവും മാറിക്കഴിഞ്ഞു. യെസ്, റെഡി അല്ലേ? യെസ് മാഷേ, ആ പുസ്തകമൊക്കെ മാറി വളരെ പ്രയാസമാകുമോ എന്നൊക്കെ ഒരുപാട് മക്കൾ ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. ഒരാശങ്കയും വേണ്ട, നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് 7ാം ക്ലാസ്സിലെ പുസ്തകം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായിണ്ടാവും അല്ലേ? എൻ്റെ മക്കൾ ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കിയോ? യെസ്, മനോഹരമായിട്ടുള്ള ആ ഒരുപാട് ചിത്രങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഈ അധ്യയന വർഷത്തിൽ എന്നുള്ളത് എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സെറ്റ് അല്ലേ? നല്ല അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇതിലുണ്ട്. ഒരുപാട് കഥകളും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ അല്ലെ, അങ്ങനെ പറയണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥകളും കവിതകളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു പുസ്തകം തന്നെയാണ്. സെറ്റ് അല്ലേ മക്കളെ? യെസ്, നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇങ്ങനെ നിങ്ങൾ മറിച്ച് നോക്കിയിട്ടുണ്ടാകുമെന്ന് മാഷ് വിശ്വസിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പാഠഭാഗങ്ങളെ പറ്റി വിലയിരുത്തിയിട്ടുണ്ടാകും എന്നൊക്കെ മാഷ് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ആദ്യത്തെ യൂണിറ്റിൽ എന്തെല്ലാം പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെയാണ് മാഷ് ഇതിലൂടെ പറയുന്നത്. എൻ്റെ എല്ലാ മക്കളും കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോളൂ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ചെയ്യേണ്ടത്. സെറ്റാണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നോക്കൂ, ദേശ് ജായേം എന്നുള്ള ഇന്ത്യയെ കുറിച്ചുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഒന്നാമതായി നമ്മളോട് പറയുന്നത്. സെറ്റല്ല? നിങ്ങൾ ഈ യൂണിറ്റിന്റെ പേരൊക്കെ വായിച്ചു നോക്കിയോ? ആദ്യത്തെ യൂണിറ്റിൽ 4 പാഠഭാഗങ്ങളാണ് നമ്മളെ 7ാം ക്ലാസ്സിൽ കാത്തിരിക്കുന്നത് അല്ലേ? ഏതെല്ലാമാണ് മക്കളെ? ഖുദാ കി അപ്നി ബസ്തി എന്നുള്ള ദൈവത്തിന്റെ സ്വന്തം നാട് അല്ലെ? ബസ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം അല്ലെ, നാട് എന്നാണ് അല്ലെ. അതേപോലെ ഖുദാ എന്ന് പറഞ്ഞാൽ ദൈവം അല്ലെ, ദൈവം, ഈശ്വരൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം, അപ്നി എന്ന് പറഞ്ഞാൽ സ്വന്തം, അപ്പൊ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് എന്താണ് എവിടെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത്? യെസ്, നമ്മുടെ കേരളം അല്ലെ, നമ്മുടെ കൊച്ചു മനോഹരമായിട്ടുള്ള കേരളത്തെ ഖുദാ കി അപ്നി ബസ്തി എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ ദോസ്തി എന്നുള്ള സൗഹൃദത്തിന്റെ മനോഹാരിത വിളിച്ചോതുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം അല്ലെ, അതൊരു മനോഹരമായിട്ടുള്ള ഒരു കഹാനി അല്ലെ, ഒരു അടിപൊളിയായിട്ടുള്ള കഹാനി, സൗഹൃദത്തെ കുറിച്ച് പറയുന്ന ഒരു കഹാനി. അതേപോലെ ജിസ്നെ ആസാദി അല്ലെ, ജിസ്നെ ആസാദി മാഷ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പാഠഭാഗം. അതൊരു നിങ്ങൾക്ക് പഠിക്കാനുള്ള തെക്രീറാണ് അല്ലെ, ഒരു തെക്രീർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, പ്രസംഗമാണ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. യെസ്, ഈ പാഠഭാഗത്തിലെ ഈ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗം ഒരു പ്രസംഗത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അതേപോലെ പ്യാരാ വത്തൻ അല്ലെ, വത്തൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം രാജ്യം എന്നാകുന്നു അല്ലെ. രാജ്യം, നമ്മുടെ രാജ്യം ഏതാ? ഹിന്ദുസ്ഥാൻ അല്ലെ, നമ്മുടെ രാജ്യം ഹിന്ദുസ്ഥാൻ ആണ്, ഇന്ത്യയാണ്. പ്യാരാ വത്തൻ പ്രിയപ്പെട്ട, അപ്പൊ പ്രിയപ്പെട്ട രാജ്യം എന്ന് പറയുന്ന ഒരു നസം, ഒരു കവിതയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? 4ാമതായി പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 4 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ യൂണിറ്റിൽ. ഖുദാ കി അപ്നി ബസ്തി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തെ കുറിച്ച്, ദോസ്തി എന്നറിയപ്പെടുന്ന സൗഹൃദം, ജിസ്നെ ആസാദി എന്നറിയപ്പെടുന്ന ഒരു തെക്രീർ, ഒരു പ്രസംഗം, പ്യാരാ വത്തൻ എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട രാജ്യം എന്നുള്ള ഒരു നസം, ഒരു കവിത തുടങ്ങിയ 4 പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ 2 കവിതയും 1 കഥയും 1 തെക്രീർ, ഒരു പ്രസംഗവുമാണ് ഈ ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സെറ്റാണോ? അപ്പൊ എന്തെല്ലാമാണ് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ സെറ്റല്ലേ? ഓക്കെ ആണല്ലോ മക്കളെ? യെസ്, ഇനി നമുക്ക് ആദ്യത്തെ പാഠഭാഗം തുടങ്ങുന്നത് എന്തെല്ലാമാണ് ആദ്യത്തെ പാഠഭാഗത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ് മാഷ് എന്ത് ചെയ്യുന്നത് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കൂ മക്കളെ,
നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ തന്നെ എൻ്റെ മക്കളുടെ ടെക്സ്റ്റ് പുസ്തകം നോക്കിയാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. മനോഹരമായിട്ടുള്ള ഒരു ചിത്രം എൻ്റെ മക്കൾക്ക് കാണാം അല്ലേ? എന്തൊക്കെയാണ് മക്കൾ ആ ചിത്രത്തിൽ കാണുന്നത്? തസ്വീർ മേ ഹം ക്യാ ക്യാ ദേഖാ, എന്തെല്ലാമാണ് ആ ചിത്രത്തിൽ കാണുന്നത്? ദേശ് എന്നുള്ള ഒരു ഹെഡിങ് എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. എന്താണ് ദേശ് സജായേ എന്നുള്ള മനോഹരമായിട്ടുള്ള ഹെഡിങ് ഇങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ മനോഹരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇതിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒപ്പനയുടെ ചിത്രമുണ്ട്, കഥകളിയുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് എൻ്റെ മക്കൾ അല്ലേ? മനോഹരമായിട്ടുള്ള മാഷി, ഇതൊക്കെ ഞങ്ങളുടെ ആ സ്കൂളിലെ കലാമേളക്കൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ നടക്കാറുണ്ട് എന്നൊക്കെ എൻ്റെ മക്കൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ടാകും അല്ലേ? ചിന്തിക്കുന്നുണ്ട് എൻ്റെ മക്കൾ എന്ന് മാഷിന് അറിയാം. ഓക്കെ, സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയുന്നത് നോക്കാം. ആ ചിത്രത്തിന് താഴെ എൻ്റെ മക്കൾക്ക് ഒരു ഈരടികൾ ഇങ്ങനെ കാണാം. എന്താണത്? ജമീൻ പർ ഘർ ബനായാ ഹേ മഗർ ജന്നത്ത് മേ ഹം രഹ്തേ ഹേ ഹമാരി ഖുശ്നസീബി ഹേ കെ ഹം ഭാരത് മേ രഹ്തേ ഹേ. എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ജമീൻ പർ ഘർ ബനായാ ഹേ, ഭൂമിക്ക് മുകളിൽ അല്ലേ? ജമീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോളൂ, ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ഘർ എന്ന് പറഞ്ഞാൽ വീടാണ്, ബനായ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? ജമീൻ പർ ഘർ ബനായാ ഹേ, ജമീൻ ഭൂമി. അപ്പൊ ഭൂമിക്ക് മുകളിൽ നാം എന്ത് ചെയ്യുന്നു? വീടുണ്ടാക്കിയിട്ടുണ്ട്. ജമീൻ പർ ഘർ ബനായാ ഹേ. എന്നിട്ട് എന്താ മക്കളെ നിങ്ങളോട് പറയുന്നത്? മഗർ ജന്നത്ത് മേ ഹം രഹ്തേ ഹേ, മഗർ പക്ഷേ. മഗർ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, പക്ഷേ എന്നാണ് അല്ലേ? പക്ഷേ നാം ഒക്കെ താമസിക്കുന്നത് എവിടെയാണ്? ജന്നത്തിലാണ്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോളൂ, സ്വർഗം എന്നാണ് അല്ലേ? അപ്പൊ പക്ഷേ നമ്മൾ എന്താണ് താമസിക്കുന്നത്? നമ്മളൊക്കെ താമസിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ് അല്ലേ? എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഹമാരി ഖുശ് നസീബി ഹേ കെ ഹം ഭാരത് മേ രഹ്തേ ഹൈ അല്ലേ? ഭാരതത്തിൽ താമസിക്കാൻ സാധിച്ചു എന്നത് അല്ലെ? ഭാരതത്തിൽ താമസിക്കാൻ സാധിച്ചു എന്നത് നമുക്ക് എന്താണ്? നമുക്ക് ലഭിച്ച വലിയ സൗഭാഗ്യമാണ്. ഹമാരി ഖുശ് നസീബി ഹേ കെ ഹം ഭാരത് മേ രഹ്തേ ഹൈ, നമുക്ക് ആ ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഈ ഈരടികളിലൂടെ നമ്മളോട് പറയുന്നു. ഭാരതത്തിൽ താമസിക്കാനുള്ള സൗഭാഗ്യം, അതിലുപരി നമുക്ക് ഇങ്ങനെയും പറയാം, കേരളത്തിൽ നമുക്ക് താമസിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് കേരളത്തിൽ താമസിക്കുന്ന നാം ഓരോരുത്തരും പറയും. സെറ്റല്ല മക്കൾ? അപ്പൊ മനോഹരമായിട്ടുള്ള ഈരടികളാണ്. ജമീൻ പർ ഘർ ബനായാ ഹേ മഗർ ജന്നത്ത് മേ ഹം രഹ്തേ ഹേ ഹമാരി ഖുശ് നസീബി ഹേ കെ ഹം ഭാരത് മേ രഹ്തേ ഹേ. സെറ്റാണോ മക്കളെ? സെറ്റാണോ? യെസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത് മാഷ്? ഒരിക്കൽ കൂടി പറയാം. ഭൂമിക്ക് മുകളിൽ നാം എന്ത് ചെയ്യുന്നു? വീടുണ്ടാക്കുന്നു. ജമീൻ പർ ഘർ ബനായാ ഹേ, എന്നിട്ടോ മഗർ ജന്നത്ത് മേ ഹം രഹ്തേ ഹേ അല്ലേ? പക്ഷേ മഗർ, അതാണ് ഇവിടെ പറഞ്ഞത്, മഗർ പക്ഷേ നാം ഒക്കെ താമസിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്, ജന്നത്തിലാണ്. ഹമാരി ഖുശ് നസീബി ഹേ അല്ലെ? ഹമാരി ഖുശ് നസീബി ഹേ, ഭാരതത്തിൽ താമസിക്കാൻ സാധിച്ചു എന്നത് തന്നെ ഹം ഭാരത് മേ രഹ്തേ ഹൈ അല്ലെ? നമ്മൾ ഭാരതീയരാണ് എന്നുള്ളതാ. ഭാരതത്തിൽ താമസിക്കാൻ സാധിച്ചു എന്നത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് എന്നുള്ളതാണ് അല്ലേ? എന്താണ് മക്കളെ അങ്ങനെ പറയാൻ കാരണം? വ്യത്യസ്ത മതവിഭാഗങ്ങളും വ്യത്യസ്ത ഭാഷകളൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഏറ്റവും നല്ല ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ? മനോഹരമായിട്ടുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള അനേകം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാഠഭാഗം കൂടിയാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. സെറ്റാണ് മക്കളെ? മനോഹരമായിട്ടുള്ള ഈരടികളാണ്. അപ്പോൾ ഇതിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട കുറച്ച് അർത്ഥങ്ങൾ അല്ലേ? കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച അർത്ഥങ്ങളൊക്കെ ഇതിലുണ്ട് അല്ലേ? ജമീൻ ഭൂമി, ഘർ എന്ന് പറഞ്ഞാൽ വീടാണ്, ബനായ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, നമുക്ക് പറയാം മഗർ പക്ഷേ, ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം അല്ലേ? അല്ലേ? ഖുശ് എന്ന് പറഞ്ഞാൽ സന്തോഷം തുടങ്ങിയ ഒരുപാട്, ഭാരത് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനാണ്, ഇന്ത്യയാണ്. ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള നല്ലൊരു ഈരടികൾ തന്നെയാണ് ഇത്. അപ്പം എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് മാഷ് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് ചെറിയ സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ മക്കളുടെ ആ ചിത്രം ഒന്ന് നോക്കൂ. നിങ്ങളുടെ സുഹൃത്തിൻ്റെ തോളിൽ കൈയിടുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കൂ മക്കളെ. യെസ്, രണ്ട് നല്ല സുന്ദരനായ നിങ്ങളെപ്പോലുള്ള രണ്ട് ചെറുപ്പക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
അപ്പൊ മാഷ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പേരിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ പേര് മാറ്റി നിങ്ങളുടെ സുഹൃത്തിനെ സങ്കല്പിക്കാം അല്ലെ, അത് മാഷ് നിങ്ങൾക്ക് വിട്ടു തന്നു. ഇവിടെ ആരൊക്കെ പറയുന്നത്? കിഷോർ ആൻഡ് അജ്മൽ. കിഷോറും അജ്മലും ഇവിടെയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു സുഹൃത്തിനെയൊക്കെ സങ്കല്പിച്ചോളൂ. അപ്പൊ നിങ്ങൾ ആരാണ്? നിങ്ങളൊരു അജ്മലാണ് എന്ന് കരുതാം. അപ്പൊ അജ്മലിന്റെ സുഹൃത്ത് കിഷോർ അല്ല അല്ലെ, അജ്മലിന്റെ സുഹൃത്ത് ആരാണ്? ഹബീബാണ്. അപ്പൊ നിങ്ങൾ ഹബീബ് എന്ന് സങ്കല്പിച്ചോളൂ മക്കളെ. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ താല്പര്യം ആ പേരെന്റെ മക്കൾ ചൂസ് ചെയ്യൂ. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് ആരാ? കിഷോർ അജ്മൽ കാ ദോസ്ത് ഹേ. കിഷോർ ആരാണ്? അജ്മലിന്റെ ദോസ്താണ്. ദോസ്ത് എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ മനസ്സിലാക്കിക്കോളൂ, ദോസ്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്താണ് അല്ലേ. സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള എക്കാലത്തും ഓർമ്മിക്കാൻ പറ്റുന്ന ഓരോ മൊമെന്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ. നിങ്ങൾ 6ാം ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന നിങ്ങളുടെ സുഹൃത്ത് 7ാം ക്ലാസ്സിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇനി ആ സുഹൃത്ത് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ സുഹൃത്തിനെ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലേ. അത്തരത്തിൽ സുഹൃത്ത് ബന്ധത്തിന് നല്ല പ്രാധാന്യമുണ്ട് എന്ന് എൻ്റെ മക്കൾക്കറിയാം. അപ്പൊ ആദ്യത്തെ വരികളിലൂടെ നമ്മൾ പറയുന്നത് എന്താ? കിഷോർ അജ്മൽ കാ ദോസ്ത് ഹേ. അപ്പൊ ദോസ്താണ്. 2 കഥാപാത്രങ്ങളുണ്ട്, കിഷോറും അജ്മലും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ കിഷോറിന്റെയും അജ്മലിന്റെയും നമ്മൾ മനസ്സിലാക്കി, അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് എന്ന് എന്റെ മക്കൾ മനസ്സിലാക്കിയോ? ഇനി മറക്കോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമ്മളോട് എന്താണ് മക്കളെ പാഠഭാഗത്തിൽ പറയുന്നത്? അഗർ ബീഹാർ മേ ഹേ. അവരുടെ വീട് എവിടെയാണ്? ബീഹാറിലാണ് അല്ലേ. ഏക് ദിൻ കിഷോർ അജ്മൽ കെ ഘർ ആയ. ഒരു ദിവസം കിഷോർ എന്ത് ചെയ്യാണ്? അജ്മലിന്റെ ഘർ ആയ, വീട്ടിലേക്ക് എന്ത് ചെയ്യാണ്? വരികയാണ് അല്ലേ. അപ്പോ കിഷോർ അജ്മലിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ എവിടെയാണ്? വീട് എവിടെയാണ്? ബീഹാറിലാണ് അല്ലേ. അപ്പൊ ഘർ വീട് എവിടെയാണ്? ബീഹാറിലാണ്. അതിനുശേഷം കിഷോർ എന്ത് ചെയ്തു? അജ്മലിന്റെ വീട്ടിലേക്ക് വന്നു. ചിത്രത്തിൽ എന്റെ മക്കൾ നോക്കൂ അല്ലേ, വീടിന്റെ മുന്നിൽ കിഷോറും അജ്മലും കണ്ടുമുട്ടിയപ്പോൾ അവർ തമ്മിൽ സന്തോഷം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷെയ്ക്ക് ഹാൻഡിലൂടെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലേ. മനോഹരമായിട്ടുള്ള ആ വീട്ടിന് മുന്നിൽ അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ നിൽക്കുന്നു അല്ലേ. മനോഹരമായിട്ടുള്ള വീട്. നമ്മുടെ വീട് ചെറുതാണെങ്കിലും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന വീട് തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. സെറ്റാണോ? ആ വീടിന്റെ സൈഡിൽ നമുക്ക് എന്ത് കാണാം? ഒരു മരമൊക്കെ കാണാം അല്ലേ. പേട് അല്ലേ. മരത്തിന് നമുക്ക് എന്ത് പറയാം? പേട് എന്ന് പറയാം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കിയെടുക്കുന്നു. സെറ്റാണോ? പേട് അല്ലേ. പേട്, ഗർ അല്ലേ. അതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ അതിന്റെ ഫൂൽ അല്ലേ, പൂക്കളൊക്കെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അപ്പൊ സെറ്റാണോ? അപ്പൊ അജ്മൽ എന്ത് ചെയ്യാണ്? കിഷോറിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഓക്കെ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം അല്ലേ. ജഹാം പാസ് ഹി ബഹ്തി ഹുയി നദി അല്ലേ. ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മീനിങ് എൻ്റെ മക്കൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒഴുകുന്ന നദി അല്ലേ, മനോഹരമായിട്ട് ഒഴുകുന്ന ആ നദിയുടെ ചിത്രം എൻ്റെ മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ അർത്ഥം ഒന്നും മാഷ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ചിത്രം കാണുന്നതോടുകൂടി എൻ്റെ മക്കൾ മാഷ് ബഹ്തി ഹുയി നദി അല്ലേ, ബഹ്തി പറഞ്ഞ ഒഴുകുന്ന എന്ന് ഞങ്ങൾക്കറിയാം മാഷ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് പറയുന്നുണ്ടാവും. നദി അല്ലേ, ഒഴുകുന്ന നദി എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു? കാണുന്നു എന്നുള്ളതാ. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തതായി നമ്മോട് പറയുന്നത് എന്താ? പഹാഡ് ഓർ നാരിയൽ ഖേ പേട് കോ ദേഖ് കർ. പഹാഡ് എന്താണ് മക്കളെ? പഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കഴിഞ്ഞ വർഷമേ പഠിച്ചിട്ടുണ്ട്. പഹാഡ് എന്ന് പറഞ്ഞാൽ മലയാണ്. നാരിയൽ കേ പേട് എന്ന് പറഞ്ഞാൽ തെങ്ങാണ് അല്ലേ. നാരിയൽ കേ പേട് എന്ന് പറഞ്ഞാൽ തെങ്ങാണ്. കോ ദേഖ് കർ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, കണ്ടിട്ട് എന്നാണ്. കണ്ടിട്ട്. കിഷോറിനെ കഹാ, മലയും തെങ്ങുമൊക്കെ കണ്ടിട്ട്. കിഷോറിനെ കഹാ, കിഷോർ എന്ത് പറഞ്ഞു? കഹാ പറഞ്ഞു. എന്താ പറഞ്ഞത്? നമുക്കൊക്കെ ഒരു ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. കഹാ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അപ്പം മാഷും നിങ്ങളെപ്പോലെ വളരെയധികം എന്താണ് പറഞ്ഞെന്നുള്ള ആകാംക്ഷയിലാണ്. അപ്പം എന്താണ് പറഞ്ഞത് എന്നുള്ളത് അതിൻ്റെ താഴെ നമുക്ക് നോക്കാം. എന്താണ് കിഷോർ പറഞ്ഞത്? കേരള ഹുദാക്കി അപ്നി ബസ്തി ഹേ. കേരള ഹുദാക്കി അപ്നി ഹി ബസ്തി ഹേ. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുകയാണ് കേരളത്തെ വിശേഷിപ്പിച്ചുകൊണ്ട്. ആരാണ് പറയുന്നത്? കിഷോറിനെ കഹാ. കാരണം കിഷോറിന്റെ വീട് എവിടെ? ബീഹാറിലാണ്. ബീഹാറിൽ നിന്നും തൻ്റെ സുഹൃത്തായ ആരെ കാണാനാണ് മക്കളെ വന്നത്? അജ്മലിനെ കാണാൻ. കിഷോർ അജ്മൽ കാ ദോസ്ത് ഹേ. അജ്മലിന്റെ സുഹൃത്താണ്, കൂട്ടുകാരനാണ്. അപ്പൊ കിഷോർ കേരളത്തിലെത്തി, അജ്മലിന്റെ വീട്ടിലെത്തിയപ്പോൾ
മലകളും തെങ്ങുകളൊക്കെ കണ്ടിട്ട് പറയുകയാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. മനോഹരമായിട്ടുള്ള ഈ ചിത്രങ്ങളൊക്കെ നമ്മളോട് അത് വിളിച്ചോതുന്നു. സെറ്റാണോ മക്കളെ? അപ്പൊ എന്താണ് ഇവിടെ ഇപ്പൊ നടന്നിട്ടുള്ളത്? അവസാനമായിട്ട് എന്താ? ആ മലകളും തെങ്ങും ഒക്കെ കണ്ട് ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ എൻ്റെ മക്കൾക്കറിയാം അത്രേമേൽ സുന്ദരമാണ് നമ്മുടെ കൊച്ചു കേരളം അല്ലേ. പഹാഡോർ നാരിയൽ കെ പേട് കോ ദേഖ് കർ, മലകളും അതേപോലെ തെങ്ങുകളൊക്കെ അല്ലെ. ഊഞ്ചേ ഊഞ്ചേ നാരിയൽ കെ പേട് എന്നൊക്കെയുള്ള മനോഹരമായിട്ടുള്ള വാക്കുകളൊക്കെ കഴിഞ്ഞ അധ്യയന വർഷത്തിലേക്ക് എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. നാരിയൽ കെ പേട് കോ ദേഖ് കർ അല്ലെ, തെങ്ങുകളെയൊക്കെ കണ്ടിട്ട് മലകളെ അതേപോലെ തെങ്ങുകളൊക്കെ കണ്ടിട്ട് കിഷോറിനെ കഹാ, കിഷോർ വളരെ സന്തോഷത്തോടു കൂടി ബീഹാറിലുള്ള കിഷോർ എന്ത് പറഞ്ഞു? കേരള ഖുദാക്കി അപ്നി ഹി ബസ്തി ഹേ, ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് കേരളം എന്നുള്ള ഒരു സംഭവം എന്ത് ചെയ്യുന്നു ഇവിടെ കിഷോർ പറയുന്നു. മനോഹരമായിട്ടുള്ള ചിത്രം എൻ്റെ മക്കൾ നോക്കൂ. റെഡിയല്ലേ? യെസ്, ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ആ ഒരു പാഠഭാഗത്തിലേക്ക് എത്തുന്നതാണ് മാഷ് എന്ത് ചെയ്തിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്. എൻ്റെ മക്കളുടെ ആ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മാഷ് പറഞ്ഞത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. യെസ്, സെറ്റാണോ? റെഡിയാണോ? ഇതുവരെ റെഡിയാണോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പദ്യത്തിലേക്കൊക്കെ കടക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ മക്കൾക്ക് അതിലൊക്കെ അതുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അപ്പോൾ ഇതുവരെ എടുത്തതൊക്കെ എൻ്റെ മക്കൾക്ക് സെറ്റാണ് എന്ന് മാഷ് എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. റെഡിയാണോ മക്കളെ? അപ്പൊ എൻ്റെ മക്കളുടെ ആ ഒരു പേടിയൊക്കെ മാറിയിട്ടുണ്ടാകും. വളരെ പ്രയാസമൊന്നുമില്ലാത്ത നമുക്ക് ഏറ്റവും രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മുടെ ഉറുദുവിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ മക്കളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ പഠിച്ചോളൂ മക്കളെ. സെറ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പരീക്ഷകളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കണം. അപ്പം എല്ലാ മക്കളും നല്ല അടിപൊളിയായി മുന്നോട്ട് പോകട്ടെ എന്ന് മാഷ് ആശംസിക്കുന്നു. അപ്പം എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. Bye.